إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم وإياي أولا بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى أيضا وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വ പാലിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. അത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന് ശേഷം അവന് കിട്ടുന്ന വലിയ അനുഗ്രഹം അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, നിഅമതാനി മഗ്ബൂനുൻ കസീറുൻ മിൻഹുമാ അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, നിഅമതാനി മഗ്ബൂനുൻ കസീറുൻ മിൻഹുമാ. ആ രണ്ട് അനുഗ്രഹങ്ങളിൽ നിന്ന് അധികം ആളുകളും അവർ അതിൽ നിന്ന് വഞ്ചിതരാണ്. അതിൽ ഒന്ന് അസ്സിഹ, ആരോഗ്യമാണ്. രണ്ടാമത്തത് വൽ ഫറാഗ്, ഒഴിവു സമയമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹമായി
ആരോഗ്യത്തെയാണ്. നമ്മുടെ ആരോഗ്യം എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കേണ്ടി വരും. നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആരോഗ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്തെല്ലാം രോഗങ്ങളാണ്, എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന പലരും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെ രോഗങ്ങളാണ്. മാരകമായ രോഗത്തിന് അടിമപ്പെട്ട, അതിലൂടെ വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ക്യാൻസർ പോലത്തെ, ആ ക്യാൻസർ ബാധിച്ചതിന് ശേഷം അതിന് നൽകുന്ന ഓരോ ചികിത്സയിലും തൻ്റെ ശരീരത്തിന് വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഫോൺ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠന് ക്യാൻസറാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെയും ശരിക്കും എനിക്ക് അറിയാവുന്ന ആളുകളാണ്. നല്ല ആരോഗ്യവാന്മാരായിരുന്നു, നല്ല ആളുകളായിരുന്നു, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തികളാണ് അവർ. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ക്യാൻസർ ബാധിച്ച കാര്യം അറിയുന്നത്, വയറ്റിൽ വേദന അനുഭവിക്കുകയുണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സന്ദർഭത്തിൽ അത് ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആലോചിച്ച് നോക്കുക, ആ കുടുംബം പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. അതിന്റെ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ ശരീരം ആകെ തളർന്നിരിക്കുകയാണ്, ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതുപോലെ എത്രയോ ആളുകൾ ആഴ്ചയിൽ 1-2 സന്ദർഭത്തിൽ അവിടുന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കിടന്നടത്ത് നിന്ന് ശരീരം അനക്കാൻ കഴിയാതെ തളർന്ന് അങ്ങനെ കിടപ്പിലായ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ടുകൊണ്ട് ഭക്ഷണം കടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത്രയെല്ലാം രോഗികൾ ചുറ്റുപാടുണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ആരോഗ്യവാന്മാരായി നടന്നുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യവാന്മാരായി ഭക്ഷണം സുഖമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ എല്ലാ പണിയും സുഖമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തേണ്ടവരാണ്. അള്ളാഹുവിന് നാം ഓരോരുത്തരും നന്ദി രേഖപ്പെടുത്തണം. അള്ളാഹു ഇത്തരത്തിൽ എനിക്ക് അവിടുന്ന് ആരോഗ്യം നൽകിയല്ലോ. മാത്രമല്ല ഈ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഓരോരുത്തരുടെയും കടമയാണ് ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു വസ്തു പോലും കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എല്ലാത്തിനെയും, ആരോഗ്യം നശിപ്പിക്കുന്ന എല്ലാത്തിനെയും ഇസ്ലാം അവിടുന്ന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മദ്യപാനത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ കള്ളിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് താങ്കളോട്. കാരണം കള്ള് എന്നുള്ളത്, മദ്യപാനം എന്നുള്ളത് അറബികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അത് ഒരിക്കലും അവർ ഒഴിവാക്കുകയില്ല. അത്രത്തോളം മദ്യത്തോട് ഇഷ്ടമാണ്, അത്രത്തോളം മദ്യത്തോട് സ്നേഹമാണ് അവർക്ക്. അപ്പൊ അവർ മദ്യപാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രവാചകരെ പറഞ്ഞുകൊടു, പ്രവാചകരെ അതിൽ വലിയ പാപങ്ങളാണ്, വലിയ തെറ്റുകളാണ്, വലിയ നിങ്ങളുടെ ജീവിതത്തിന്റെ നാശമാണ് അതിലുണ്ടായിത്തീരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന
ഒരു ഉപകാരം, ഒരു പ്രയോജനം, ഒരു സുഖം കിട്ടിയെന്ന് വരാം. അതിനേക്കാളും അപ്പുറം അല്ലാഹു പറയാ, ആ നഫ്ഇനേക്കാൾ, നിങ്ങൾ വിചാരിക്കുന്ന ആ സുഖത്തേക്കാൾ അപ്പുറം നിങ്ങൾക്ക് മോശമാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇതൊരു മദ്യപാനത്തെ കുറിച്ച് മാത്രമല്ല. ഇന്ന് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് അതിന് എഡിറ്റായിരിക്കുകയാണ്. ഭംഗി, അതുപോലെ തന്നെ മറ്റ് MDM പോലത്തെ ഇങ്ങനെ പലതിനും എഡിറ്റായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് കിട്ടാവുന്ന ഒരല്പം ഒരു ആശ്വാസം, ഒരല്പം സുഖം, ആ സുഖത്തിന് വേണ്ടിയാണ് ഈ പണം ചെലവഴിക്കുന്നതും അതുപോലെ തന്നെ ശരീരത്തെ അവിടുന്ന് നശിപ്പിച്ചു കളയുന്നതും. അതാണ് അല്ലാഹു പറഞ്ഞത്, ആ നഫ്ഇനേക്കാൾ, ആ കിട്ടുന്ന സുഖത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. വലിയ ആപത്താണ്. ഇതൊക്കെ കഴിച്ച ആളുകൾ സുഖമായി ജീവിച്ചിട്ടില്ല. നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സുഖമായി ജീവിക്കാൻ അവർക്ക് കഴിയുകയില്ല. ആശ്വാസത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി കുടുംബവുമായി ജീവിതം കഴിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയുകയില്ല. 60ഓ 70ഓ അവിടുന്ന് ജീവിതം നയിക്കേണ്ടവർ 30ലോ 40ലോ അവിടുന്ന് പോവുകയാണ്. ഇതൊക്കെ കഴിച്ചതിന്റെ പേരിൽ അവരുടെ ജീവിതം നശിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീ ഒഴിവാക്കണം. അത് നിഷിദ്ധമാണ്. അല്ലാഹു പറയാണ്, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നാശത്തിൽ ഇട്ടുകളയരുത്. നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇത്തരത്തിലുള്ള മയക്കുമരുന്നിലൂടെ അവരുടെ ശരീരം നശിക്കുകയാണ് ചെയ്യുന്നത്. മദ്യപാനത്തിലൂടെയും ഭംഗിയിലൂടെയും MDMയിലൂടെയും തുടങ്ങിയ എന്തൊക്കെയുണ്ടോ അതിലൊക്കെയും ശരീരത്തെ നശിപ്പിക്കുകയാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങൾ ഇട്ട് കളയരുത്. വഅഹ്സിനൂ, നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർ അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നന്മകൾ, അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കഴിക്കുന്നതും അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് കഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല, യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിൻ ത്വയ്യിബാത് മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ നല്ലത്, ശുദ്ധമായത് നിങ്ങൾക്ക് അല്ലാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ഭക്ഷണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ല പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് മുളപ്പിച്ച് സൃഷ്ടിച്ച് ഉണ്ടാക്കി തന്നിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹ് നിഷിദ്ധമാക്കിയതായ, അല്ലാഹു അവിടുന്ന് ഇഷ്ടപ്പെടാത്തതായ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളിലൂടെ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്നു? ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വളരെ കർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുകയാണ്. ഇതൊക്കെ കഴിക്കുന്ന ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കും, നിങ്ങൾക്ക് എന്താ, എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് കഴിക്കുന്നത് എന്റെ ഇഷ്ടമാണ്, നീ ആരാ ചോദിക്കാൻ എന്നൊക്കെയുള്ള മറുപടികളാണ് പലരിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. എങ്കിൽ ഞാനല്ല ചോദിക്കുന്നത്. ഇനി ഒരു ചോദ്യത്തിന്റെ സന്ദർഭം വരാനുണ്ട്. ലാ തസൂല ഖദമ അബ്ദ്, ഒരടിമയുടെ കാൽപാദം അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ അനുവദിക്കാത്ത ഒരു സന്ദർഭം വരാനുണ്ട്. അവന്റെ ആയുസിനെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യും. നിനക്ക് ഇത്ര ആയുസ് തന്നില്ലേ, ആ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? വശബാബി, അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവന്റെ അറിവിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടുന്ന് നാളെ മഹ്ശറ എന്ന് പറയുന്ന ആ ഒരു മൈതാനം വിചാരണയുടെ മൈതാനമാണ്. വിചാരണയുടെ മൈതാനമാണ്. റബ്ബും താങ്കളുടെ രക്ഷിതാവും മലക്കുകളും അണിയണിയായി വന്ന് അങ്ങനെ വിചാരണ റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുന്ന ഓരോരുത്തരോടും വിളിച്ചുകൊണ്ട്, നിനക്ക് ഞാൻ ഇത്ര ആയുസ് തന്നു,
ആ ആയുസ്സിൽ നീ എന്തൊക്കെയാണ് ചെയ്തത് എന്ന ചോദ്യത്തിന് അവിടുന്ന് മറുപടി നൽകണം. അതുപോലെ തന്നെ നിനക്ക് ഞാൻ യുവത്വം നൽകി, നല്ല ആരോഗ്യം നൽകി, ആ ആരോഗ്യത്തെ നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നതിന് അവിടുന്ന് ഉത്തരം പറയണം. നിനക്ക് ഞാൻ നല്ല സമ്പത്ത് നൽകി, ആ സമ്പത്ത് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതിന് ഉത്തരം നൽകണം. അതുപോലെ തന്നെ നിനക്ക് ഞാൻ അറിവ് തന്നു, ആ അറിവ് കൊണ്ട് നീ എന്താണ് ചെയ്തത്, നീ ആർക്കാണത് പറഞ്ഞു കൊടുത്തത് എന്നതിനെ കുറിച്ചും അവിടുന്ന് ചോദ്യം ചെയ്യും. ഈ ചോദ്യത്തിനൊക്കെ മറുപടി നൽകാതെ അങ്ങോട്ട് പോകാൻ ഒരിക്കലും അനുവദിക്കുന്നതല്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുക. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഓരോ സത്യവിശ്വാസിയും നമ്മുടെ ജീവിതത്തെ അവിടുന്ന് നശിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്നിട്ടില്ല, ഒരിക്കലും അനുവദിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളും ചിട്ടകളും എല്ലാം വെച്ചിട്ടുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ കാണാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ ഭാര്യ അവിടുന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദ്ദേഹം ഇപ്പോ ദുനിയാവിന്റെ കാര്യത്തിൽ പരിപൂർണമായും ഒഴിഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ഇപ്പൊ പരലോകത്തിന് വേണ്ടിയുള്ള മാത്രമുള്ള ജീവിതത്തിലാണ് എന്ന് ആ ഭാര്യ പറയുകയുണ്ടായി. അങ്ങനെ പിന്നീട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു വന്ന സന്ദർഭത്തിൽ ഭക്ഷണങ്ങളൊക്കെ അവിടുന്ന് വിളമ്പി അങ്ങനെ വെച്ച സന്ദർഭത്തിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നീ സായിബ്, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു വീട്ടുകാരൻ പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല മാ അന ബിആകിലിൻ ഹത്താ തഅകുല, എന്നാൽ ഞാനും കഴിക്കുന്നില്ല, താങ്കൾ കഴിക്കാത്തത് വരെ ഞാനും കഴിക്കുന്നില്ല. സുന്നത്തായ നോമ്പായിരുന്നു, ഫർദിന്റെ പിന്നെ അങ്ങനെ ഇല്ലല്ലോ. അപ്പോ താങ്കൾ അത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, എന്നോടൊപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാം, ഇല്ല എങ്കിൽ ഞാൻ കഴിക്കുകയില്ല. അപ്പൊ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഏതായാലും വീട്ടിലേക്ക് വന്ന അതിഥിയാണ്, അതുകൊണ്ട് അദ്ദേഹം ആ നോമ്പ് ഒഴിവാക്കി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഇരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. രാത്രി മുഴുവനും നിസ്കരിക്കാൻ പോവാണ്. അപ്പൊ അദ്ദേഹം ആ സന്ദർഭത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഉറങ്ങ്, ഒരൽപ്പം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ നമസ്കരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞ് ഉറങ്ങാൻ പ്രേരിപ്പിച്ചു. നം ഫനാം സുമ്മ ദഹബ ഫലമ്മാ കാന മിൻ ആഖിറിൽ ലൈൽ ഖാമ അൽആൻ ഫസല്ലയ. അങ്ങനെ ഈ അവസാനത്തെ സമയം വന്നപ്പോൾ, അതായത് ബാങ്കിന് തൊട്ട് മുമ്പ് ആ സമയം വന്നപ്പോൾ അവിടുന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തെ അബൂ ദർദാനെ വിളിച്ചുണർത്തി, ഇപ്പൊ നിസ്കരിക്കണം, രാത്രി മുഴുവനും അല്ല നിസ്കരിക്കേണ്ടത്, ഇപ്പോഴാണ് നിസ്കരിക്കേണ്ടത്. എന്നിട്ട് ഈ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം, ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്, ചില ബാധ്യതകൾ രക്ഷിതാവിനോടുണ്ട്. ആ ബാധ്യതകൾ നീ തന്നെ നിർവഹിക്കണം. നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക, അത് ബാധ്യതയാണ്. നോമ്പ് പിടിക്കുക, അത് ബാധ്യതകളൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ സമയങ്ങളുണ്ട്, ആ സമയത്ത് നിർവഹിക്കുക. നിന്റെ നഫ്സിന് ചില ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ നിന്റെ നഫ്സിനോട് നീ ചെയ്യണം. അതും അല്ലാഹു പഠിപ്പിച്ച ബാധ്യത തന്നെയാണ്. എന്താണ് ബാധ്യത? നഫ്സിനോട് നിന്റെ ശരീരത്തെ നീ കാത്തു സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക, നശിപ്പിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള പലതും കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കഴിക്കാതെ ഇരുന്നിട്ടോ അവിടുന്ന് നശിപ്പിക്കാൻ പാടില്ല. നിന്റെ കുടുംബത്തിന്റെ മേലും ചില ബാധ്യതകളുണ്ട്. നീ രാത്രി മുഴുവനും നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് നീ കല്യാണം കഴിച്ചത്? നിന്റെ ഭാര്യയോടുള്ള ചില കടപ്പാടുകളുമുണ്ട്, ബാധ്യതകളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞു, എല്ലാ ബാധ്യതകളും ആ ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളത് നിന്റെ മേലുള്ള കടപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രവാചകരുടെ സന്നിധിയിലേക്ക് പോവാണ്.
അങ്ങനെ പ്രവാചകരോട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽമാൻ സ്വദഖ. സ്വദഖ സൽമാൻ. സൽമാൻ പറഞ്ഞ സത്യമാണ്. സൽമാൻ പറഞ്ഞത് സത്യമാണ്. ചില ബാധ്യതകൾ അത് നിർവഹിക്കണം. അപ്പൊ ഇവിടെ രാത്രി മുഴുവനും നിസ്കരിച്ച് നിന്റെ ശരീരത്തെ നശിപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നീ ഉറങ്ങ്. പ്രവാചകരുടെ വീട്ടിലേക്ക് 3 ആളുകൾ വന്നുകൊണ്ട് അവിടുന്ന് തീരുമാനിച്ചു, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുകയില്ല, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും നോമ്പിടിക്കും, അതുപോലെ തന്നെ ഞാൻ രാത്രി മുഴുവനും അവിടെ നമസ്കാരത്തിലായി കഴിച്ചു കൂട്ടും. അല്ലാഹുവിന്റെ പ്രവാചകർ അവരെ വിളിപ്പിച്ച് പറഞ്ഞതെന്താ? എന്റെ സുന്നത്ത് ആര് ഇഷ്ടപ്പെടുന്നില്ലയോ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങുന്നുണ്ട്, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് ഒഴിവാക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അതാണ് നമ്മുടെ നമസ്കാരത്തിൽ വരെ ഒരു നോമ്പിന്റെ കാലം ഫർളായ നോമ്പാണ്, നിർബന്ധമാണ്, ഓരോരുത്തരുടെ മേൽ ഫർളാണ്. സഫർ പോകേണ്ടി വന്നു, നോമ്പിടിക്കണ്ട. നീ നോമ്പിടിക്കണ്ട. സഫർ പോകുന്ന സന്ദർഭത്തിൽ നിനക്ക് നമസ്കരിക്കാൻ പ്രയാസാണ്. നീ അങ്ങനെ നമസ്കരിക്കണ്ട. ജമ്മായി നമസ്കരിച്ചാൽ മതി, കസ്റായും നമസ്കരിച്ചാൽ മതി. ജമ്മ എന്ന് പറഞ്ഞാൽ ളുഹറിനെ അസറിനെ കൂട്ടി നമസ്കരിക്കുക. കസറ എന്ന് പറഞ്ഞാൽ ളുഹറിനെ 4 2 നമസ്കരിക്കുക, അസറിനെ 2 നമസ്കരിക്കുക. ഇതാണ് കസറ എന്ന് പറയുന്നത്. 4 2 നീ നമസ്കരിച്ചാൽ മതി. നിന്റെ പ്രയാസങ്ങൾ, നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ അത് ചുരുക്കിക്കൊണ്ടൊക്കെ ഇത് നമസ്കരിക്കും. ഒരാൾ അവിടുന്ന് യാത്രയിൽ നോമ്പ് പിടിച്ചുകൊണ്ട് അദ്ദേഹം യാത്രയിൽ ക്ഷീണിച്ചു വീണു, താഴെ വീണു. അങ്ങനെ വീണ സന്ദർഭത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിഞ്ഞു, ചോദിച്ചു, എന്താണ് സംഭവം? അദ്ദേഹം നോമ്പ് പിടിച്ചിരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാ പറഞ്ഞത് എന്നോട് നോമ്പ് പിടിക്കാൻ? എന്നോട് നോമ്പ് പിടിക്കാൻ ആരാ പറഞ്ഞത്? ഈ സഫറിൽ ഇത് നോമ്പ് ഇട്ടൂടെ? അല്ലാഹുവല്ലേ പറഞ്ഞത് നോമ്പ് ഒഴിവാക്കാൻ, വേറൊരു സമയത്ത് വേണമെങ്കിൽ പിടിച്ചോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരുടെ ചോദ്യമാണ്. ആലോചിച്ചു നോക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇസ്ലാം നമുക്ക് അനുവദിക്കുന്നില്ല. നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരുപാട് പ്രേരണകൾ, ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നീ നടക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നീ പള്ളിയിലേക്ക് നടന്നു വാ, പ്രവാചകർ പഠിപ്പിക്കുകയാണ്. നീ പള്ളിയിലേക്ക് വരുമ്പോൾ നീ നടന്നു വാ. നിന്റെ ഓരോ കാൽവെപ്പും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിന്റെ ഓരോ ചവിട്ടടിയും ഓരോ ചവിട്ടടിക്കും നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയും, മറ്റൊരു ചവിട്ടടിക്കും നിന്റെ ദർജകൾ ഉയർത്തി തരും. ആലോചിച്ച് നോക്കണം. അപ്പൊ ആരോഗ്യം കിട്ടി, അവിടെ കൂലിയും കിട്ടി, പ്രതിഫലവും എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയാണ്. അവിടുന്ന് ഓട്ടോ മത്സരം നടത്തി, സ്പോർട്സ് നടത്തി. ആരാണ്? പ്രവാചകർ. കൂടെ ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകരും ഓട്ടോ മത്സരം നടത്തി, സ്പോർട്സ് നടത്തി. അതിൽ ആദ്യം വിജയിച്ചത് അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തെ തവണ ഒരു സന്ദർഭത്തിൽ കുറെ കാലം കഴിഞ്ഞ് ഓട്ടോ മത്സരം നടത്തി, അതിൽ വിജയിച്ചത് പ്രവാചകരാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അന്നത്തേതിന്റെ തിരിച്ചടിയാണ്. അതാണ് കുടുംബജീവിതം. പരസ്പരം സന്തോഷത്തോടു കൂടിയും അങ്ങനെ പുറത്തിറങ്ങിപ്പോയും അങ്ങനെ നടന്നും അങ്ങനെ ചിരിയും കളിയും, അതൊക്കെയാണ് കുടുംബജീവിതം. അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നീട് പ്രവാചകർ അതോടൊപ്പം പറയാണ്, ആയിഷ, അല്ല, നീ ആദ്യം ജയിക്കുവാനുള്ള കാരണം അന്ന് നീ തടി അത്ര ഉണ്ടായിരുന്നില്ല, മെലിഞ്ഞവളായിരുന്നു. ഇപ്പൊ നിനക്ക് തടി വന്നു, അതുകൊണ്ടാണ് നീ പിറകിലായത്. ഇല്ല, ഇപ്പോഴും നീ തന്നെ വിജയിക്കുമായിരുന്നു. അവിടെയും ആശ്വാസമാണ്, അവിടെയും സമാധാനമാണ്. അവരെ സന്തോഷിപ്പിക്കുകയാണ്. ഈ രീതിയിൽ അവിടെ ഓട്ടോ മത്സരം, അവിടുന്ന് സ്പോർട്സ് നടത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ കയ്യിൽ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകം എപ്പോഴും അവിടുന്ന് വിജയിക്കുമായിരുന്നു. ഫസ്റ്റ് വന്നുകൊണ്ടിരുന്നത് ആ ഒട്ടകമായിരുന്നു. ഒരു ദിവസം അത് പിറകിലായിപ്പോയി. സഹാബാക്കൾക്കൊക്കെ ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖം. പ്രവാചകരോട് പറഞ്ഞു, അത് പിറകിലായിപ്പോയല്ല പ്രവാചകർ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് ഇങ്ങനെയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് ഉയർന്നതൊക്കെ ഒരിക്കൽ താഴും,
ഉയർന്നുകൊണ്ടേ പോവില്ല. എന്ത് ഉയരത്തിലേക്ക് പോയാലും ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവ് എന്ന് പറയുന്നത് ഇത് ഉയരത്തിലേക്ക് തന്നെ പോവില്ല. ഒരു സന്ദർഭത്തിൽ താഴും, മറ്റൊരു സന്ദർഭത്തിൽ ഉയരും. ഇന്ന് നല്ലവൻ നാളെ നല്ല സുഖത്തിൽ സൗകര്യത്തിൽ കഴിയുന്നവൻ നാളെ ചിലപ്പോൾ അതിൽ നിന്ന് മാറിയെന്ന് വരും. ഇന്ന് സൗകര്യമില്ലാത്തവൻ നാളെ സുഖത്തിൽ എന്ന് വരും. ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം അവിടുന്ന് ഒരു എളുപ്പം വരും. തീർച്ചയായും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന മഅൽ ഉസ്രി യുസ്റ ആവർത്തിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അപ്പോ ഇത്തരത്തിലുള്ള ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ സുഖം മാത്രം, ഉയർച്ച മാത്രം, അതെവിടെയാണ്? സ്വർഗത്തിലാണ്. അത് പരലോക ജീവിതത്തിൽ സ്വർഗത്തിൽ മാത്രമാണ്, അതിവിടെ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് ഇത്തരത്തിൽ എല്ലാ നിലക്കും അവിടുന്ന് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, കർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കണം. ഇതൊക്കെ നമുക്കറിയാം. ഫഅല്ലിമു ഔലാദകും അന്നിമായ വസ്സിബാഹ വറുകൂബൽ ഖൈൽ, ഇത് നമുക്കറിയുമോ? അവർക്ക് അസ്ത്രവിദ്യ, വില്ല് അതടിക്കുന്നത് എങ്ങനെയാണ് പണ്ടതായിരുന്നല്ലോ, അതിനെ കുറിച്ചുള്ള പഠനം കൊടുക്കണം അവർക്ക്. അതുപോലെ തന്നെ നീന്താൻ പഠിപ്പിക്കണം അവർക്ക്. അതുപോലെ തന്നെ കുതിര സവാരി പഠിപ്പിക്കണം അവർക്ക്. ധാരാ പറഞ്ഞു തന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. നല്ല ആരോഗ്യമുള്ള സത്യവിശ്വാസി, നല്ല ആരോഗ്യമുള്ള സത്യവിശ്വാസി വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. ആരോഗ്യത്തെ നല്ല സംരക്ഷിക്കുന്ന വ്യക്തി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ഞാനൊക്കെ അത് കഴിക്കും, അങ്ങനെയുള്ള ഒരു നിലപാട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യത്തെ സംരക്ഷിക്കണം. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്, നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പോകരുത് എന്നുള്ളതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും അൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله نحمده ونصلي على رسوله الكريم أوصيكم وإياي ثانيا بتقوى الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഒന്നുകൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വരുന്ന വിഷയം ആരോഗ്യവുമായി സംബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ആരോഗ്യത്തെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? കൂടുതലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. നല്ല ജിമ്മിനൊക്കെ പോയി നല്ല ശരീരമൊക്കെ നല്ല പുഷ്ടിയുള്ള ശരീരമൊക്കെ ആക്കി സുബഹിക്ക് നല്ല കിടന്നുറങ്ങിയ അവന്റെ ആരോഗ്യം എന്തിനു കൊള്ളാം? അവന്റെ ആരോഗ്യം എന്തിനു കൊള്ളാം? സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ നല്ല നിന്ന് കൊണ്ടും അതുപോലെ തന്നെ എല്ലാ നിലക്കും ആരോഗ്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന ആ രീതിയിൽ ആയിരിക്കണം അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത്. അപ്പോഴാണ് അതിന് റബ്ബിന്റെ അടുക്കൽ നേട്ടമുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബാദിറു ബിൽ അഅമാലി സബാൻ അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അമല് കൊണ്ട് ധൃതി കാണിക്കുക, വേഗത കാണിക്കുക. നിങ്ങൾക്ക് കടുത്ത ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അത് വേണ്ട വിധത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. അതിക്രമകാരിയാകുന്ന ഐശ്വര്യം അത് പിന്നീട് നിങ്ങളുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ചില സന്ദർഭത്തിൽ അള്ളാഹുവിനെ തന്നെ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ്
നിങ്ങൾ എന്താക്കണം? അള്ളാഹിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായും ധർമ്മം ചെയ്യുന്നവരായിരിക്കണം. ഔ മറദൻ മുഫ്സിദൻ, വിനാശകരമായ രോഗം. ആ രോഗം വരുന്നതിന് മുമ്പ് നിനക്ക് ആരോഗ്യമുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് രോഗമായി കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലുണ്ടാകും, എനിക്ക് പറ്റിയിരുന്നുവെങ്കിൽ ഞാൻ നിസ്കരിക്കുമായിരുന്നു, എനിക്ക് പറ്റിയിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു ഒക്കെ. അതൊക്കെ രോഗം ബാധിച്ചതിന് ശേഷം എല്ലാവർക്കും തോന്നും പലതും ചെയ്യാൻ. പക്ഷേ അതല്ല, ആ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ബാദിറൂബിൽ അഅ്മാൽ, നിങ്ങൾ അമല് കൊണ്ട് ധൃതി കാണിക്കുക, വേഗത കാണിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഒരു പ്രാർത്ഥനയും കൂടി നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമത ഫിദ്ദീൻ വദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ഞാൻ നിന്നോട് മാഫിനെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് മാഫും അതുപോലെ തന്നെ ആരോഗ്യത്തെയും ചോദിക്കുന്നു. അത് ദുനിയാവിലും പരലോകത്തിലും നിത്യമായി നിലനിൽക്കുന്നതായ ആരോഗ്യം, അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്ന് ഉള്ള പ്രാർത്ഥന അവിടുന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിത്യമായി എപ്പോഴും ഈ പ്രാർത്ഥന ഞങ്ങൾ നിത്യമാക്കണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് സന്ദർഭത്തിലും നമ്മുടെ ആരോഗ്യം അവിടുന്ന് നശിച്ചു പോകാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടുന്ന് മരണം വരെ ആരോഗ്യത്തോടു കൂടി കഴിയുവാൻ, ആരോഗ്യത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ഇബാദത്തുകൾ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആ വേദന സഹിക്കുവാനുള്ള സബർ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ സുഹൃത്ത് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. കാരണം വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹം ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി തിരിച്ച് വരുവാൻ അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ നിലക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഉണ്ടാകാം. അള്ളാഹു എല്ലാവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ ദുഃഖങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ വളരെയധികം ചൂടിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹമാകുന്ന മഴ അല്ലാഹു നമുക്ക് പെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വത്തിന്റെ നാടാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا